ഹായ് ഓൾ, വെൽക്കം ടു ബ്ലാസ്റ്റേഴ്സ് അരീന. തൊട്ടതെല്ലാം പിഴച്ച ഒരു സീസണിലൂടെയാണ് കേരള ബ്ലാസ്റ്റേഴ്സ് ഇപ്പോൾ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. ഇവാൻ ഉക്കുമനോവിച്ചിനെ ഒഴിവാക്കിയതിനു ശേഷമുള്ള ആദ്യത്തെ സീസൺ ആയിരുന്നു ഇത്. ഈ സീസൺ സമ്പൂർണ്ണ ദുരന്തത്തിലാണ് ഇപ്പോൾ കലാശിച്ചിട്ടുള്ളത്. അതായത് ഒരു മാറ്റത്തിന് വേണ്ടിയാണ് ഇവാൻ ഉക്കുമനോവിച്ചിനെ ഒഴിവാക്കിയത് എന്നുള്ള കാര്യം കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ സ്പോർട്ടിംഗ് ഡയറക്ടറായ സ്കിൻകിസ് കഴിഞ്ഞ ദിവസം പറഞ്ഞിരുന്നു. പിന്നീട് കേരള ബ്ലാസ്റ്റേഴ്സ് സ്റ്റാറയെ കൊണ്ടുവന്നു. അദ്ദേഹത്തെ ഈ ഒരു സീസണിൻ്റെ മധ്യത്തിൽ വെച്ച് പുറത്താക്കേണ്ടി വന്നു. ഇതേക്കുറിച്ച് സ്കിൻകിസ് സംസാരിച്ചിട്ടുണ്ട്. അതായത് സ്റ്റാറയെ തിരഞ്ഞെടുത്ത രീതിയിൽ അല്ലെങ്കിൽ അദ്ദേഹത്തെ കൊണ്ടുവന്നതിൽ തനിക്ക് തെറ്റുപറ്റിയെന്ന് തുറന്ന് സമ്മതിക്കുകയാണ് സ്കിൻകിസ് ഇപ്പോൾ ചെയ്തിട്ടുള്ളത്. പക്ഷേ തോമസും പുരുഷോത്തമനും നല്ല രീതിയിൽ തന്നെ കാര്യങ്ങളെ മുന്നോട്ട് കൊണ്ടുപോകുന്നുണ്ട് എന്നും അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്. സ്കിൻകിസിൻ്റെ വാക്കുകൾ ഇങ്ങനെയാണ്: 20-ൽ പരം പരിശീലകരെ ഞാൻ നേരിട്ട് ഇൻ്റർവ്യൂ ചെയ്തതിന് ശേഷമാണ് സ്റ്റാറയെ ഞങ്ങൾ കണ്ടെത്തിയത്. പക്ഷേ അദ്ദേഹത്തിന് കീഴിൽ നമ്മുടെ ടീമിന് പെർഫോം ചെയ്യാൻ കഴിഞ്ഞില്ല. പരിശീലകൻ്റെ സെലക്ഷനിൽ എൻ്റെ ഭാഗത്ത് തെറ്റുപറ്റി എന്നുള്ളത് ഞാൻ സമ്മതിക്കുകയാണ്. പക്ഷെ നമുക്കിപ്പോൾ തോമസും പുരുഷോത്തമനുമുണ്ട്. രണ്ടുപേരും നല്ല രൂപത്തിലാണ് ടീമിനെ മുന്നോട്ട് കൊണ്ടുപോകുന്നത്. മികച്ച റിസൾട്ട് ഉണ്ടാക്കാൻ അവർക്ക് ഭാവിയിലും സാധിക്കുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. ഇതാണ് സ്കിൻകിസ് ഇപ്പോൾ പറഞ്ഞിട്ടുള്ളത്. തോമസും പുരുഷോത്തമനും ഉണ്ടെങ്കിലും ഒരു വലിയ ടീമുകൾക്കെതിരെ നല്ല രൂപത്തിലുള്ള റിസൾട്ട് ഉണ്ടാക്കിയെടുക്കാനുള്ള കപ്പാസിറ്റി അവർക്കില്ല എന്നത് വളരെ വ്യക്തമാണ്. ചെറിയ ടീമുകൾക്കെതിരെ വിജയിക്കുന്നുണ്ട്, പക്ഷേ മോഹൻ ബഗാനോടും ഗോവയോടുമൊക്കെ ഇപ്പോൾ കേരള ബ്ലാസ്റ്റേഴ്സ് പരാജയപ്പെടുകയാണ് ചെയ്തിട്ടുള്ളത്. സോ തോമസിനെയും TGP-യെയും ആശ്രയിച്ചുകൊണ്ട് ഒരുപാട് ദൂരം മുന്നോട്ട് പോകാൻ കഴിയില്ല. അടുത്ത സീസണിലേക്ക് ഒരു മികച്ച പരിശീലകനെ കേരള ബ്ലാസ്റ്റേഴ്സിന് നിർബന്ധമാണ്. ഈ വീഡിയോ അവസാനിപ്പിക്കുന്നു. അടുത്ത വീഡിയോയുമായി വീണ്ടും കാണാം.